പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ നെറ്റ്ഫ്ലിക്സുമായി സഹകരിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ള അൺറിയൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി സീരീസിൽ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തിനാണ് ഈ അൺറിയൽ സീരീസ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ തുടക്കത്തിലെ പങ്കുവെക്കുന്നത്. അപ്പോൾ അൺറിയൽ സീരീസ് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ട് എല്ലാ കൂട്ടുകാരും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 5 എപ്പിസോഡുകളാണ് ഈ അൺറിയൽ എന്ന് പറയുന്ന സീരീസിനുള്ളത്. നല്ല മികച്ചൊരു സീരീസ് ആണ്. WWE അണിയറയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഓരോ സ്റ്റോറി ലൈനും ഓരോ മത്സരങ്ങളും അവർ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് അവർ വ്യക്തമാക്കി നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സീരീസിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസ് ആരംഭിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലേക്ക് WWE കോഡ് മാറുന്ന ആ ജനുവരി മാസം മുതലാണ്. ജനുവരിക്ക് മുൻപുള്ള ഡിസംബറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. CM Punkന്റെ റിട്ടേണിനെ സംബന്ധിച്ചൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പൂർണ്ണമായും ഈ ഒരു സീരീസിൻ്റെ ഒരു ഫ്ലോയിലേക്ക് എത്തുന്നത് നെറ്റ്ഫ്ലിക്സ് കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയം തൊട്ടാണ്. അവിടെ തൊട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് ഷൂട്ടൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ കാര്യങ്ങൾ റസൽമേനിയ വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ് നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കൂടുതലും ഉന്നം വയ്ക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ പങ്കുവെക്കുന്ന ബാക്ക് സ്റ്റേജിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റോറീസ്, അഥവാ ഓരോ സ്റ്റോറിയും എങ്ങനെയാണ് എത്തുന്നത്, ബാക്ക് സ്റ്റേജിൽ ഉണ്ടാകുന്ന റെസ്ലേഴ്സ് തമ്മിലുള്ള നിമിഷങ്ങൾ, അവർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്, ഓരോ മത്സരവും ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ മത്സരങ്ങളുടെ റിസൾട്ടിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തുന്നത്, അത് അവർ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് സീരീസിൽ അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അൺറിയൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി സീരീസ് WWE ഇതുവരെ പുറത്തേക്ക് വിടാത്ത, അല്ലെങ്കിൽ പുറത്തേക്ക് വിടാൻ ഒരിക്കലും ആഗ്രഹിക്കാതിരുന്ന കാര്യങ്ങളാണ് അവർ ആ ഒരു സീരീസിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ബാക്ക് സ്റ്റേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്, അതിന് പിറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അവരുടെ പേരടക്കം കാണിച്ചു തരുന്നതാണ് നമുക്ക് ഈ ഒരു സീരീസിലൂടെ കാണാൻ സാധിച്ചത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്ക് അൺറിയൽ എന്ന് പറയുന്ന ഈ ഒരു മികച്ച സീരീസ് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതിന് ഏക ഉത്തരം നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഷോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടോ കാണാൻ സാധിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യപ്പെടുന്നവർ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ ഒരു സീരീസ് ഒരു വട്ടമെങ്കിലും കാണണം. കാരണം ഇത് നമുക്ക് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ്. അണിയറയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഓൺ സ്ക്രീനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവർ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു സീരീസ് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് കാണാതിരുന്നാൽ അത് നമുക്കാണ് നഷ്ടം, അവർക്കല്ല. നമ്മൾ ഇത്രയും കൊല്ലങ്ങളായി WWE കണ്ടുവരുന്ന ആരാധകർ. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് അവർ ഇങ്ങനെ ഒരു സീരീസ് പുറത്തേക്ക് വിടുമ്പോൾ അത് കാണേണ്ടത് നമ്മളാണ്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കാതെ നിങ്ങൾ കാണുക. അത് ലഭ്യമാകുന്ന രീതിയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് ആ ഒരു ലിങ്കിൽ വഴി നിങ്ങൾ ആ ഒരു ഷോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരികെ വന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻറ്റയറിനെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കിൻറ്റയർ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൂ മാക്കിൻറ്റയർ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നതും അദ്ദേഹത്തിന് സമ്മർ സ്ലാമിലെ ടാഗ് ടീം മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു അപ്ഡേറ്റുമാണ് ആ വീഡിയോയിലൂടെ പങ്കുവച്ചത്. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡ്രൂ മാക്കിൻറ്റയർ തിരികെ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത ഡ്രൂ മാക്കിൻറ്റയർ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് പങ്കുവെക്കുന്നുണ്ട്. ഡ്രൂ മാക്കിൻറ്റയറും ലോഗൻ പോളും ആ ഒരു വീഡിയോയിൽ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഡ്രൂ മാക്കിൻറ്റയർ അമേരിക്കയിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഡ്രൂ മാക്കിൻറ്റയറും ലോഗൻ പോളും ടീം ആയിക്കൊണ്ട് റാൻഡി ഓർട്ടനെയും ജെല്ലി റോളിനെയും നേരിടുന്ന സമ്മർ സ്ലാമിലെ ടാഗ് ടീം മത്സരം അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത്. പുലർച്ചെ 3:30 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെയും മറ്റ് വെബ്സൈറ്റുകളിലൂടെയും ലൈവായി കാണാൻ സാധിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ അലക്സ ബ്ലിസിനെ സംബന്ധിച്ചുള്ളതാണ്. അലക്സ ബ്ലിസും ഷാർലറ്റ് ഫ്ലെയറും നിലവിലൊരു ടീം ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്പാക്ഡൗൺ റോസ്റ്ററിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീമും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും അലക്സ ഷാർലറ്റ് ടാഗ് ടീമായിട്ട് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാൻ പോകുന്ന സ്റ്റോറിയാണ്. സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെൻ്റ് ഡേയിലെ റോക്സിനി പെരസിനെയും റഗൽ റോഡ്രിഗസിനെയും അലക്സ ബ്ലിസും ഷാർലറ്റും ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നുണ്ട്. അലക്സ ബ്ലിസ് ഇന്നലെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു. ചോദ്യം ആദ്യം എന്താണെന്ന് നോക്കാം. വൈറ്റ് സിക്സുമായി എപ്പോഴെങ്കിലും ഒരുമിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ഇൻ്റർവ്യൂവർ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് അലക്സ പറഞ്ഞത് വൈറ്റ് സിക്സുമായി ഒരുമിക്കാൻ
എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. താനിപ്പോൾ ധരിക്കുന്ന ജാക്കറ്റ്, തൻ്റെ കയ്യിലുള്ള ആ ഒരു ഡോള്, അതൊക്കെ ബ്രേ വൈറ്റിൻ്റെ ആ സ്റ്റോറിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് സിക്സുമായിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്യാൻ തനിക്ക് എളുപ്പമാണ്. പക്ഷേ അത് എന്ന് നടക്കുമെന്ന് തനിക്ക് അറിയില്ല. താനിപ്പോൾ ഷാർലറ്റുമായിട്ടുള്ള ഒരു മികച്ച സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മികച്ച ഒരു സ്റ്റോറിയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി കഴിഞ്ഞാൽ മാത്രമേ, കഴിഞ്ഞ ഉടനെ തന്നെ നടക്കുമോ എന്നുള്ളത് അറിയില്ല, കഴിഞ്ഞാൽ മാത്രമേ വൈറ്റ് സിക്സുമായിട്ടുള്ള സ്റ്റോറി നടക്കാൻ സാധ്യതയുള്ളൂ. ബ്രേവൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നിലെ ക്യാരക്ടറിൽ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വൈറ്റ് സിക്സുമായി ഒത്തൊരുമിച്ച് പോകാൻ തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും അത് വൈകാതെ കാണാമെന്നുള്ളതും അലക്സ ബ്ലിസ് വൈറ്റ് സിക്സ് സ്റ്റോറിയിൽ അല്ലെങ്കിൽ വൈറ്റ് സിക്സ് ഫാക്ഷനിൽ ജോയിൻ ചെയ്തതിൻ്റെ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുകയുണ്ടായി. അലക്സ ബ്ലിസ് ഇത്രയും പോസിറ്റീവായി വൈറ്റ് സിക്സിലേക്ക് എത്തും എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? വൈറ്റ് സിക്സിൽ അലക്സ ബ്ലിസ് ജോയിൻ ചെയ്ത് ആ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് കിരൺ ക്രോസും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായ സ്കാർലറ്റിൻ്റെ WWE കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വർഷം കിരൺ ക്രോസിൻ്റെയും സ്കാർലറ്റിൻ്റെയും കോൺട്രാക്റ്റ് അവസാനിക്കുമെന്ന്. ഓഗസ്റ്റ് മാസത്തിലൂടെ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് ആ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാൻ സാധിച്ച ഒരു അപ്ഡേറ്റ്. എന്നാൽ ഇപ്പോൾ കിരൺ ക്രോസ് തന്നെ ഒരു പോഡ്കാസ്റ്റിൽ ഈ കോൺട്രാക്റ്റ് സ്റ്റാറ്റസിനെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിലവിൽ തനിക്ക് പങ്കുവെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യമേ കിരൺ ക്രോസ് പറയുന്നത്. പക്ഷേ വൈകാതെ നിങ്ങൾ എല്ലാതും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമെന്നുള്ളതും കിരൺ ക്രോസ് പറയുന്നുണ്ട്. പിന്നീട് കിരൺ ക്രോസ് പറയുന്നത് താൻ WWEനെയും WWE യൂണിവേഴ്സ് ആരാധകരെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒരു അവസരം കിട്ടിയാൽ താൻ അത് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ചെയ്യാനുള്ള വഴികൾ താൻ തേടിപ്പോകും. ഞാൻ ഒരിക്കലും അവസാനിപ്പിക്കില്ല. നിങ്ങൾക്ക് എന്തായാലും തൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കുമെന്നുള്ളതും കിരൺ ക്രോസ് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ്, WWE നിലവിലെ ഫേസ് ഓഫ് ദി കമ്പനിയായി നിൽക്കുന്ന കോഡി റോഡ്സ് AEW എന്ന് പറയുന്ന കമ്പനി വിടാനുള്ള തീരുമാനം എടുക്കാൻ കാരണം എന്തായിരുന്നു എന്നുള്ളത് ദ റിംഗർ എന്ന് പറയുന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കോഡി റോഡ്സ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ വലിയ ഒരു ചർച്ചാ വിഷയം കോഡി റോഡ്സ് ഈ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അപ്പോൾ AEWയിൽ ഡിസ്റെസ്പെക്റ്റ് അനുഭവപ്പെട്ടു, തന്നെ ബഹുമാനിക്കാത്ത രീതിയിൽ തനിക്ക് അനുഭവങ്ങൾ നേരിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് AEW വിട്ടത് എന്നുള്ളതാണ് കോഡി റോഡ്സ് പറഞ്ഞത്. പക്ഷേ തങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അത് പതിയെ പതിയെ നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് താൻ കമ്പനി വിടാനുള്ള തീരുമാനം എടുത്തതും WWEയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നുണ്ട്. കമ്പനി വിടാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം താനും തൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അതായത് കെന്നി ഒമേഗ, യങ് ബക്സ്, ഇവരൊക്കെ ചേർന്നിട്ടാണ് കമ്പനിക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രൂപം കൊടുത്ത കമ്പനിക്കുള്ളിൽ തന്നെ തനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ബഹുമാനമില്ലാത്ത പോലെ നേരിട്ടപ്പോൾ, അത് പിന്നെ തന്നെ കമ്പനിയിൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തൻ്റെ മാനസിക നില അങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതും അതുകൊണ്ടാണ് AEW വിട്ടത് എന്നുള്ളതും കോഡി റോഡ്സ് പങ്കുവെക്കുകയുണ്ടായി. കോഡി റോഡ്സ് AEW വിടാൻ സ്വീകരിച്ച ഒരു സമയം, WWEയിലേക്ക് വരാൻ തോന്നിച്ച ഒരു സമയം, അത് WWEയുടെ തലവരെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. ഇൻഡസ്ട്രിയിലെ തന്നെ വലിയൊരു ബൂം പീരീഡിലാണ് കോഡി റോഡ്സ് എത്തുന്നത്. ബ്ലഡ് ലൈൻ്റെ സ്റ്റോറിയും കോഡി റോഡ്സിൻ്റെ അപ്പിയറൻസും മികച്ച വില്ലനെയും മികച്ച ഒരു ഫേസ് ക്യാരക്ടറിനെയും WWEന് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചു. ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഇങ്ങനെ കത്തി നിൽക്കാനുള്ള കാരണം കോഡി റോഡ്സ് AEW വിട്ട് WWEയിലേക്ക് വന്നതും ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ ആണെന്നും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കുറച്ചധികം നാളുകളായി കമ്പനിക്ക് ലഭിക്കാതിരുന്ന ഒരു പ്യുവർ ബേബി ഫേസ്, അതായത് ഒരു ജോൺസന ലെവൽ അല്ലെങ്കിൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ലെവലുള്ള ഒരു റെസ്ലർ, അത് കോഡി റോഡ്സിലൂടെ കമ്പനിക്ക് ലഭിക്കുന്നതാണ് കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ AEW എന്ന് പറയുന്ന കമ്പനി കോഡി റോഡ്സ് വിടാനുള്ള കാരണം അദ്ദേഹത്തിന് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ചില അനുഭവങ്ങൾ നേരിട്ടു എന്നുള്ളതാണ്. ആ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കോഡി റോഡ്സ് വെളിപ്പെടുത്തിയിട്ടില്ല. അത് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതും കോഡി ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആറാമത്തെ അപ്ഡേറ്റ്, WWE ഒക്ടോബർ മാസത്തിൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു സൂപ്പർ ഷോ എന്ന് പറയുന്ന ലൈവ് ഇവൻറ്റ്, ഒരു ഹൗസ് ഷോയുമായി തിരികെ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് 2 ദിവസങ്ങൾക്ക് മുൻപ് WWE സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിലെ 2 ദിവസങ്ങളിലാണ് തുടർച്ചയായി ഹൗസ് ഷോ, ഒരു സൂപ്പർ ഷോ നടത്തുന്നത്. അപ്പോൾ ജാപ്പനീസ് റെസ്ലേഴ്സിന് ഇതിന് പ്രകാരം വീക്ക്ലി എപ്പിസോഡുകളായ റോയിലും സ്മാക്ഡൗണിലും ഈ ഹൗസ് ഷോയ്ക്ക് മുൻപ് നല്ല പ്രാധാന്യം കൊടുക്കുന്ന പോലെ കാണിച്ചേക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, ജോൺ സിന റിട്ടയർമെൻറ്റ്
പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ജോൺസന വേഴ്സസ് ഗിന്ദർ തമ്മിലുള്ള ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഗിന്ദറിൻ്റെ ചില അഭിപ്രായങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്ദർ പറയുന്നത് ജോൺസണയെ പോലെയുള്ള ഒരു താരത്തിനല്ലാതെ മറ്റൊരു താരത്തിനും ഇത്തരത്തിലുള്ള ഒരു റിട്ടയർമെൻറ്റ് ടൂറ് ലഭിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കാൾ ഇത് അർഹിച്ചിട്ടുള്ള മറ്റൊരു റെസ്ലറും നിലവിൽ ഇൻഡസ്ട്രിയിൽ ആക്റ്റീവ് അല്ല എന്നുള്ളതും ഗിന്ദർ പറയുന്നുണ്ട്. കാരണം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ജോൺസന ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് നിലവിലുള്ളത്. അപ്പോൾ ജോൺസണയ്ക്ക് അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റാർക്കെങ്കിലും ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജോൺസണയ്ക്ക് താഴെ മാത്രമേ വരൂ എന്നുള്ളതും ഗിന്ദർ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ഗിന്ദർ പറയുന്ന മറ്റൊരു പോയിന്റ്, ജോൺസന എന്ന് പറയുന്ന പ്രൊഫഷണൽ റെസ്ലറിന് അല്ലെങ്കിൽ വ്യക്തിക്ക് ഇത്തരത്തിലൊരു റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ആവശ്യം ഇല്ല. കാരണം അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് മില്യൺ കണക്കിന് $US കിട്ടും. പക്ഷേ അദ്ദേഹം ആരാധകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു വർഷം തന്നെ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. കാരണം അദ്ദേഹം വന്ന വഴി ഒരിക്കലും മറക്കുന്ന ഒരു ആളല്ല. അവസാനം ഗിന്ദർ പറയുന്ന ഒരു വാക്കുകൾ, ജോൺസന എന്ന് പറയുന്ന താരത്തെ താൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തുമായി സ്പെൻഡ് ചെയ്യാൻ സമയം ലഭിച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹം കൂടുതലും സ്മാക്ഡൗൺ എപ്പിസോഡുകളിലായിരുന്നു, താൻ കൂടുതലും റോ എപ്പിസോഡിലായിരുന്നു. ജോൺസണയ്ക്കെതിരെ തനിക്കൊരു മത്സരം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തനിക്കുണ്ട്. ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ചിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ജോൺസണയ്ക്കെതിരെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മിക്കവാറും നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഗിന്ദർ പറയുന്നുണ്ട്. വലിയൊരു വെല്ലുവിളി ഗിന്ദർ എന്ന് പറയുന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ജോൺസണയ്ക്ക് നൽകുന്നില്ലെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് മാച്ച് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് മാച്ചിന് മുൻപുള്ള ഒരു സ്റ്റോറി ജോൺസണയ്ക്കെതിരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഗിന്ദർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിലവിൽ ഒരു റൂമർ നിലനിൽക്കുന്നത് ജോൺസണയുടെ കരിയറിലെ അവസാന മത്സരം, റിട്ടയർമെൻറ്റ് മാച്ച്, ഡിസംബറിലെ ജോൺസണയുടെ WWE അവസാന മത്സരം, ഫൈനൽ മാച്ച്, അത് ഗിന്ദറിനെതിരെ ആയിരിക്കുമെന്നുള്ളൊരു റൂമറുണ്ട്. അതാണ് നിലവിലെ ഒരു ഫൈനൽ റിട്ടയർമെൻറ്റ് മാച്ചിനെ സംബന്ധിച്ച് നിലവിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു റൂമർ. അപ്പോൾ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ജോൺസന നിലവിലെ ചാമ്പ്യൻ, അതായത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനും ഗിന്ദർ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിൽ ജോൺസന വിജയിക്കുന്നതും ഡബിൾ ചാമ്പ്യൻ ആകുന്നതും ആ ഒരു ചാമ്പ്യൻഷിപ്പ് അവിടെ വെച്ച് തന്നെ റിലിക്വിഷ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് കാണിച്ച് ജോൺസന എന്നേക്കുമായി WWE റിങ്ങിനോട് വിട പറയുന്ന ഒരു രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോൺസണയും ഗിന്ദർ തമ്മിലുള്ളൊരു മത്സരം വരുമ്പോൾ എപ്പോഴെങ്കിലും, അതായത് റിട്ടയർമെൻറ്റിൻ്റെ മാച്ച് മുൻപ് ജോൺസണയും ഗിന്ദർ ഏറ്റുമുട്ടുമ്പോൾ ഒരു ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ച് നടന്ന് ജോൺസന ഒരു ഡബിൾ ചാമ്പ്യൻ ആകുന്ന ഒരു മൊമെൻറ്റിന് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഈ റിട്ടയർമെൻറ്റ് ടൂറിൽ ജോൺസന അത് ഡിസർവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.